എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇൻ്റഗ്രേഷനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളതും പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ളതുമായ ഒരു 3-4 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകാം അല്ലേ. സോ അപ്പോൾ പെട്ടെന്ന് നോക്കിക്കോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 - 1/x² dx. ആദ്യം എന്ത് ചെയ്യുക, എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് വരുമ്പോൾ x²/x² വരും അല്ലേ, dx. എക്സ് സ്ക്വയറും ക്യാൻസൽ ആവുമല്ലോ. ഇൻ്റഗ്രൽ x² - 1 dx എന്ന് വരും. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, x³/3. 1ൻ്റെ ഇൻ്റഗ്രൽ x + c വരും ആൻസർ. ഓക്കെ, ഇൻ്റഗ്രേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊന്ന് അവസാന ഘട്ടത്തിൽ ഒന്ന് ചെയ്ത് നോക്കുകയാണ്, ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരു 5 ക്വസ്റ്റ്യൻ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു തീർക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സാധാരണ പരീക്ഷയ്ക്ക് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ ax² + bx + c dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, a × x²ൻ്റെ ഇൻ്റഗ്രൽ x³/3, b × x-ൻ്റെ ഇൻ്റഗ്രൽ x²/2, c കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ cx. c ഉപയോഗിച്ചത് കൊണ്ട് കോൺസ്റ്റൻ്റ് നമുക്ക് എന്ത് കൊടുക്കാം, c1 എന്ന് കൊടുക്കാം. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇൻ്റഗ്രൽ √x - 1/√x-ൻ്റെ ഹോൾ സ്ക്വയർ dx. ഇൻ്റഗ്രൽ √x - 1/√x-ൻ്റെ ഹോൾ സ്ക്വയർ dx. ഇതാണ് നമ്മുടെ ചോദ്യം. ആദ്യമേ തന്നെ നേരെ കയറി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകരുത്. നമ്മൾ എന്ത് ചെയ്യുക, a - b ഹോൾ സ്ക്വയർ വെച്ചുകൊണ്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, a² √x-ൻ്റെ സ്ക്വയർ x മൈനസ് 2ab 2 × √x × 1/√x എന്ത് വരും, 2 വരും, പ്ലസ് b² 1/√x-ൻ്റെ സ്ക്വയർ 1/x. പിടികിട്ടിയോ? a² എന്ന് പറഞ്ഞാൽ √x-ൻ്റെ സ്ക്വയർ, 2ab എന്ന് പറഞ്ഞാൽ 2 × √x × 1/√x, b² എന്ന് പറഞ്ഞാൽ 1/√x-ൻ്റെ സ്ക്വയർ. √x ക്യാൻസൽ ആവും. √x-ൻ്റെ സ്ക്വയർ x മൈനസ് 2 1/√x-ൻ്റെ സ്ക്വയർ 1/x. ക്ലിയർ അല്ലേ, dx. x-ൻ്റെ ഇൻ്റഗ്രൽ x²/2, 2ൻ്റെ ഇൻ്റഗ്രൽ 2x, 1/x-ൻ്റെ ഇൻ്റഗ്രൽ log x + c. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1/x-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, log x. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ x³ - x² + x - 1/x - 1 dx. എങ്ങനെയാണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഒന്ന് ആലോചിച്ചാൽ ഒരു ട്രിക്ക് കിട്ടും. എന്താണ് ആ ട്രിക്ക്? ആദ്യത്തെ 2 ടേംസിൽ നിങ്ങളുടെ x² പുറത്തെടുക്കുക. x² × x - 1 + x - 1/x - 1 dx എന്ന് വരും. ശരിയല്ലേ? ഇപ്പം ന്യൂമറേറ്റർ ഈ 2 ടേംസിൽ നിന്നും ആ x - 1 പുറത്തെടുത്തോ. x - 1 പുറത്ത് വരുമ്പോൾ ബാക്കി x² + 1 വരും x - 1 dx. ശരിയല്ലേ? ന്യൂമറേറ്ററിൽ നിന്ന് 2 ടേംസിൽ നിന്നും x - 1 പുറത്തെടുക്കുമ്പോൾ ബാക്കി x² + 1 x - 1 dx. x - 1 ക്യാൻസൽ ആവും. x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³/3, 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x + c. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ sec²x/cos²x dx. sec²x-നെ നമുക്ക് എങ്ങനെ എഴുതാം, 1/cos²x എന്ന് എഴുതാം. cosec²x-നെ എങ്ങനെ എഴുതാം, 1/sin²x എന്ന് എഴുതാം. ശരിയല്ലേ? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, sin²x മുകളിൽ പോവും, ഡിവൈഡഡ് ബൈ cos²x dx. sin²x/cos²x ആരാ, tan²x dx. tan²x വന്നാൽ ഉടനെ എങ്ങനെ മാറ്റിക്കോണം, sec²x - 1 എന്ന് മാറ്റിക്കോണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് sec²x - tan²x 1 ആണ്. അവിടുന്ന് tan²x എന്താണ് സംഗതി, sec²x - 1 ആണ്. ഇനി നമുക്ക് പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. tan x-ൻ്റെ ഡെറിവേറ്റീവ് ആണ് sec²x, x-ൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 + c. tan x - x + c. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ബോണസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ, 5 ക്വസ്റ്റ്യൻ ചെയ്തു. ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു MCQ 1 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാം. ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രലാണ് ചോദ്യം. √x-ൻ്റെ ഇൻ്റഗ്രൽ 2/3x⁻². ശരിയല്ലേ? അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ പോയി, 4th ഓപ്ഷൻ പോയി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1/√x-ൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ f'(x/√f(x) ആണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ടും ഉണ്ടെങ്കിൽ 2 ടൈംസ് ഡിനോമിനേറ്റർ ആണ് ആൻസർ വരിക. സോ ഇവിടെ റൂട്ടിനുള്ളിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മുകളിലുണ്ട്,
ആൻസർ 2 ടൈംസ് ഡിനോമിനേറ്റർ പ്ലസ് സി. റൂട്ട് എക്സിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു ഹാഫ് എന്ന് എഴുതാം അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് എനി നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദാറ്റ് നമ്പർ റൈസ് ടു ഹാഫ്. ഇപ്പോൾ 2/3 എക്സ് റൈസ് ടു 3/2 പ്ലസ് 2 ഇൻറ്റു എക്സ് റൈസ് ടു 1/2 പ്ലസ് സി ആണ് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് അഥവാ ഇൻറ്റഗ്രൽ. അപ്പോൾ ഓപ്ഷൻ സി 2/3 എക്സ് റൈസ് ടു 3/2 പ്ലസ് 2 ഇൻറ്റു എക്സ് റൈസ് ടു 1/2 പ്ലസ് സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതുക. ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ക്വസ്റ്റ്യൻസും പരമാവധി കൺസെപ്റ്റ്സും പരമാവധി മാരത്തോൺ സെഷൻസും എല്ലാം നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് എക്സാമിന് പെർഫോം ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.